OCD എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നാണെങ്കിലും OCD ഇസ് നോട്ട് അബൌട്ട് നേരത്തെ ഉണ്ടാക്കിയ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്ലീനിങ്. ഇറ്റ്സ് അബൌട്ട് ഹാവിങ് റിപ്പറ്റേറ്റീവ് ഇൻട്രൂസീവ് തോട്ട്സ്. നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു കയറി വരുന്ന ചിന്തകളെയാണ് നമ്മൾ OCD എന്നുള്ള രീതിയിൽ പറയുന്നത്. അതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിപ്പറ്റഡ് ആയിട്ട് വരുന്നു. റിപ്പറ്റേഷൻ അതിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്നു. റിപ്പറ്റേഷന്റെ ഭാഗമായിട്ട് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊരു അൺവാണ്ടഡ് തോട്ട് ആണെന്ന്, എന്നാൽ പോലും അത് പിന്നെയും വരുന്നു. അത് ചിലപ്പോൾ OCDക്ക് ERP എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, പിന്നെ ഡേഞ്ചർ ഐഡിയേഷൻ റിഡക്ഷൻ തെറപ്പി, പിന്നെ ഈ പറഞ്ഞതുപോലെ റിലാക്സേഷൻ എക്സസൈസസ്, മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് റിലാക്സേഷൻ എക്സസൈസസ്, MCBT മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ചെയ്യുന്നത് നമ്മൾ OCDക്ക് വേണ്ടിയിട്ട്. ക്ലിനിഷ്യൻ ഒരു ഡോക്ടറുടെ ചലഞ്ച് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു പണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മാമിനെ തെറി വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നെഞ്ചിലിടിക്കും. അപ്പൊ ചിലപ്പോൾ പതുക്കെ തെറി വിളിച്ചോട്ടെ, ചീത്ത വിളിച്ചോട്ടെ, പക്ഷെ കണ്ണ് തുറന്നു നോക്കൂ എന്ന് പറഞ്ഞ് അതും ഒരു തരത്തിലുള്ള എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ. ഈ എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ എന്താ? ക്ലിനിഷ്യൻ ഒരു ഡോക്ടറുടെ ചലഞ്ച് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കൊരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു പണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മാമിനെ തെറി വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നെഞ്ചിലിടിക്കും. അപ്പൊ ചിലപ്പോൾ പതുക്കെ തെറി വിളിച്ചോട്ടെ, ചീത്ത വിളിച്ചോട്ടെ, പക്ഷെ കണ്ണ് തുറന്നു നോക്കൂ എന്ന് പറഞ്ഞ് അതും ഒരു തരത്തിലുള്ള എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ. ഈ എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ എന്താ? ക്ലിനിഷ്യൻ OCD ഉള്ള ഒരാളെ അയാളുടെ സ്റ്റിമുലസിലേക്ക് എക്സ്പോഷർ കൊടുക്കുകയാണ്. ഇപ്പൊ ഒരാൾക്ക് ഡേർട്ടിനോട് പേടിയാണെന്ന് വെച്ചു, ഇപ്പൊ 2 കയ്യിലും ഡേർട്ട് വെച്ചിട്ട് ഇങ്ങനെ കുറച്ചു നേരം നമ്മൾ ഇരുത്തും. അപ്പൊ ആങ്സൈറ്റി ലെവൽ ഇങ്ങനെ കൂടും, എന്നിട്ട് അത് നാച്ചുറലി കുറഞ്ഞു വരും. ഇതിന്റെ കൂടെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, ഇതിന്റെ കൂടെ ഡേഞ്ചർ ഐഡിയേഷൻ റിഡക്ഷൻ തെറപ്പി. Questions, and all you guys are very intelligent and you're generating good questions, and it's a good thing that you have so much of interest in mental health. Chalo, bye.